ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ OCI പ്ലേയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസാണ്. നമ്മൾ നിരന്തരം പറഞ്ഞിട്ടുള്ള കാര്യമാണ് OCI പ്ലേയേഴ്സിനെ ഇന്ത്യൻ ഫുട്ബോൾ കളിപ്പിച്ചാൽ മാത്രമേ ഇന്ത്യൻ ഫുട്ബോൾ വളരൂ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നിരന്തരം പറഞ്ഞിട്ടു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു 24 ഒരു ബെഞ്ച് രൂപീകരിച്ച് അത് 24 ബെസ്റ്റ് OCI പ്ലേയേഴ്സിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം OCI പ്ലേയേഴ്സിനെ ഇന്ത്യയിൽ കളിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ലോ തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ ലോയിൽ ഒരാൾക്ക് 2 ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് OCI പ്ലേയേഴ്സിന് ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാൻ കഴിയാത്തത്. ഇപ്പോൾ പുറത്ത് വരുന്ന ന്യൂസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ AFF അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ ഫിഫനോട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതായത് OCI കാർഡുള്ള പ്ലേയേഴ്സിനെ ഇന്ത്യൻ ഫുട്ബോളിൽ കളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. പിന്നെ അതും പോരാത്തതിന് AFF തന്നെ നമ്മൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിനോട് ഈ OCI കാർഡ് ഒരു പ്രൂഫ് ആക്കണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഒരു ഐഡൻറ്റി കാർഡ് ഒരു പ്രൂഫ് ആക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നിവേദനങ്ങളും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു നീക്കം നടന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഫുട്ബോളിനെ തന്നെ തലവര തന്നെ മാറ്റിമറിക്കും എന്നുള്ളത് തന്നെയാണ്. അതൊരു ഇന്ത്യൻ ഫുട്ബോളിനെ തലവര തന്നെ മാറ്റിമറിക്കുന്നതല്ല, ഇന്ത്യയിലുള്ള സ്പോർട്സിൻ്റെ ഒരു വളർച്ച തന്നെ ഉണ്ടാവും. ഈ OCIൻ്റെ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ സ്പോർട്സ് ഇവൻറ്റിലേക്കും ഇത് ബാധകമാകും എന്നുള്ളത് തന്നെയാണ്. നമുക്കൊരു ഫുട്ബോളിന് വേണ്ടി മാത്രം ഈ ഒരു നിയമം കൊണ്ടുവരാൻ കഴിയില്ല, എല്ലാ മേഖലയിലേക്കും മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ. നമുക്കറിയാം ബാഡ്മിൻ്റന്, അതുപോലെ തന്നെ ടെന്നീസ്, ഈ ഒരു കളികളൊക്കെ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ഇന്ത്യൻ OCI പ്ലേയേഴ്സ് ആയിട്ടുള്ള പല പ്ലേയേഴ്സും വിദേശ ലീഗുകളിലൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാൻ കഴിയും. അതോടുകൂടി ഇന്ത്യൻ്റെ ലെവലിൽ തന്നെ മാറും. ഈ സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ്റെ ലെവലിൽ തന്നെ മാറും എന്നുള്ള യാതൊരു സംശയമില്ല. നമുക്കറിയാം 2038 ഒളിമ്പിക്സ് ഇന്ത്യ കോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളും അതിന് വേണ്ടി ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ഫെസിലിറ്റികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ഒളിമ്പിക്സ് നടത്തുക എന്നുള്ളതിന് മാത്രമല്ല, അതിൽ ബെസ്റ്റായിട്ട് പ്ലേ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഈ OCIൻ്റെ കാർഡ് ഇവിടെ ലീഗലാക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് നടന്നു കഴിഞ്ഞാൽ ഏതായാലും അത് ഇന്ത്യൻ ഫുട്ബോളിന് ഒരു നാഴികക്കല്ലായി മാറും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.